ശിശുമരണങ്ങളുടെ പശ്ചാത്തലത്തിൽ അട്ടപ്പാടിയിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. ചികിത്സ കിട്ടാതെ ഒരു കുട്ടി പോലും മരിക്കുന്ന സാഹചര്യം അനുവദിക്കില്ല. വിവിധ വകുപ്പുകളുടെ ഏകോപനം ഇതിനായി ഉറപ്പുവരുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. കണക്ക് ആശങ്കപ്പെടും വിധം ഉയർന്ന അട്ടപ്പാടിയിൽ ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരത്തിന് പണം നൽകുന്ന ജനനി ജന്മരക്ഷാ പദ്ധതി മുടങ്ങിയിട്ട് 8 മാസം. പ്രതിമാസം 2000 രൂപ വെച്ച് ലഭിച്ചിരുന്ന പദ്ധതി ഗുണഭോക്താക്കൾക്ക് ഏറെ പ്രയോജനകരമായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി മൂലം തുക വൈകുന്നുവെന്നാണ് ട്രൈബൽ പ്രൊമോട്ടർമാർക്ക് ലഭിച്ച മറുപടി. ഈ പൈസ ജനനി ജന്മരക്ഷയിലെ പൈസ കിട്ടാത്തതാണ് ഒരു പ്രശ്നം അല്ലേ? ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? ഈ ഊരിലുള്ള എല്ലാവരോടും അങ്ങനെ തന്നെയാണോ പൈസ? അങ്ങനെ തന്നെ. ആർക്കും കിട്ടിയിട്ടില്ല? ഇല്ല. എത്ര മാസമായിട്ട് കൃത്യമായിട്ട് മുടങ്ങിയിട്ടുണ്ട്? 6 മാസം. ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ എന്താണ് നിങ്ങളോട് പറയുന്നത്? എന്താ അവിടെ പൈസ ഇല്ല, പൈസ വരുമ്പോൾ കേട്ടാണ്. അപ്പോൾ ഈ സമയത്ത് അപ്പോൾ ഈ പോഷകാഹാരങ്ങളും മറ്റ് ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുക്കുകയാണ്? അതെ. അട്ടപ്പാടിയിലെ സാഹചര്യം വകുപ്പുകൾ സംയുക്തമായി പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പോഷകാഹാരക്കുറവ് സംബന്ധിച്ച വിശദമായ പഠനം നടത്തുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇതിനെ കാണുന്നത്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ DHSൽ നിന്ന് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ തന്നെ ഇപ്പോഴവിടെ ഉണ്ട്. ആരോഗ്യവകുപ്പ്, ST ഡിപ്പാർട്ട്മെൻറ്റ്, വനിതാ ശിശു വികസന വകുപ്പ് അപ്പോൾ സംയുക്തമായി തന്നെ അവിടെ ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ കൂടി ആവശ്യമായിട്ടുണ്ടെന്നാണ് കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കിഷൻ സംബന്ധിച്ചിട്ടുള്ള കാരണം നമ്മുടെ അട്ടപ്പാടി മേഖലയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിറ്റി കിച്ചണുകളൊക്കെ നന്നായി പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ രീതിയിൽ ഉള്ള പരിശോധനകൾ അതുകൂടി ഇതിൻ്റെ ഭാഗമായി വകുപ്പുകളുടെ സംയുക്തമായിട്ടുള്ള പരിശോധനകൾ കൂടി നടത്തണം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ആലുവയിൽ നിയമ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു. 3 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ആലുവ CJM കോടതിയുടേതാണ് നടപടി. വരും ദിവസങ്ങളിൽ പ്രതികളുടെ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഉണ്ടാകും. ക്രൈംബ്രാഞ്ച് DYSP രാജീവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതേസമയം മോഫിയുടെ മാതാപിതാക്കൾ, സഹോദരൻ എന്നിവരുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി. ആവശ്യമെങ്കിൽ മാത്രം വീണ്ടും വസതിയിലെത്തി വിവരങ്ങൾ ശേഖരിക്കും. കേസിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട CI സുധീറിനെതിരായി ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം കണിയാപുരത്ത് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച പ്രതിക്ക് സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചതിൽ SIക്ക് വീഴ്ചയെന്ന് അന്വേഷണ റിപ്പോർട്ട്. കേസെടുക്കാൻ വൈകിയതും മതിയായ വകുപ്പുകൾ ചേർക്കാത്തതും വീഴ്ചയെന്ന് കണ്ടെത്തൽ. മംഗലപുരം SI V തുളസീധരൻ നായർക്കെതിരെ നടപടിക്ക് ശുപാർശ. കോഴിക്കോട് അശോകപുരത്ത് നടു റോഡിൽ വീട്ടമ്മയ്ക്ക് ഭർത്താവിന്റെ മർദ്ദനം. മീൻ വിൽപ്പന നടത്തുകയായിരുന്ന വീട്ടമ്മയാണ് ഇന്നലെ വൈകിട്ട് ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചത്. ഭർത്താവ് നിരന്തരം മർദ്ദിച്ചിട്ടും പോലീസ് കേസ് ഒത്തുതീർപ്പാക്കി വിടുന്നതായി വീട്ടമ്മ ആരോപിച്ചു. 12 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഈ 12 വർഷം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതം അത്. ഇപ്പം 3 പെൺകുട്ടികളാണ്. അവരെ നോക്കാൻ വേണ്ടി പല വീടുകളും വീട്ടുജോലിക്കും കാര്യത്തിനായിട്ട് ഇയാൾ ഇങ്ങനെ നടന്നോട്ടെ, കുഴപ്പമില്ല, മക്കളുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ ഇവരെ വീട്ടുകാരും നോക്കല്ല, ആരും നോക്കല്ല, ഇയാളും നോക്കലില്ല, ഞാൻ മാത്രം കഷ്ടപ്പെട്ട് നോക്കാം എൻ്റെ മക്കളെ. അത് വിചാരിച്ചപ്പോൾ അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പ് അത് ഞങ്ങൾ കുടുംബശ്രീ സംരംഭം തുടങ്ങിയതായത്. ഇതുമില്ലെങ്കിൽ എനിക്കിനി ജീവിക്കാൻ വേറെ മാർഗമല്ല. എല്ലാ പരാതികളിലും കൃത്യമായി കേസെടുക്കുകയും പ്രതി ജാമ്യത്തിലിറങ്ങുകയും ചെയ്തുവെന്നും പോലീസ് പറയുന്നു. ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ കേസെടുത്തെന്നും പ്രതിക്കായി തെരച്ചിൽ തുടരുകയാണെന്നും നടക്കാവ് പോലീസ് അറിയിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പുതുക്കിയ ആരാധനാരീതി നടപ്പാക്കില്ലെന്ന് മെത്രാപ്പൊലിത്തൻ വികാരി മാർ ആന്റണി കരിയിലിന്റെ സർക്കുലർ ഇറക്കി. തീരുമാനമെടുക്കാൻ ബിഷപ്പ് കരിയിലിനെ അധികാരപ്പെടുത്തിയുള്ള പൗരസ്ത്യ തിരുസംഘത്തിന്റെ ഉത്തരവും പുറത്തുവിട്ടു. തൃശൂർ അതിരൂപതയിൽ നാളെ മുതൽ പുതുക്കിയ കുർബാന രീതി നടപ്പാക്കണമെന്ന സർക്കുലർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്താണ് സർക്കുലർ ഇറക്കിയത്. എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പൊലിത്തൻ വികാരിയുടെ സർക്കുലർ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കുലർ പുറപ്പെടുവിക്കുന്നതെന്നും വിശദീകരണമുണ്ട്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെയും PRDയുടെയും വെബ്സൈറ്റുകളിലാണ് ഫലം പ്രസിദ്ധീകരിച്ചത്. 4,17,505 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ജയവും തോൽവിയും ഇല്ല.
ഫസ്റ്റ് ഇയറിന്റെയും സെക്കൻഡ് ഇയറിന്റെയും ഫലം ചേർത്താണ് ഉപരിപഠന യോഗ്യത നിശ്ചയിക്കുക. പുനർമൂല്യനിർണ്ണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഇന്ന് മുതൽ അപേക്ഷകൾ നൽകാം. ഡിസംബർ 2 അപേക്ഷകൾ നൽകാനുള്ള അവസാന തീയതി. സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 24 പരീക്ഷ ആരംഭിച്ചത്. സ്കൂളുകളിലെ പ്രവൃത്തി സമയം നീട്ടുന്നതിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ സമയം നീട്ടിയാലും ഓൺലൈൻ ക്ലാസുകൾ തുടരും. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സൗകര്യം പരിഗണിച്ചുള്ള ക്രമീകരണം ഒരുക്കുമെന്നും വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു. അതിൻ്റെ എല്ലാം വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ചർച്ച ചെയ്തു. അതൊന്നും പിന്നെ അത് ഒരു കറക്റ്റായിട്ട് പറയുന്നതിന് വേണ്ടിയുള്ള ആയിട്ടില്ല. നമ്മളതിൻ്റെ വിവരം ശേഖരിച്ച് ഇന്നലെ ഒരു ചർച്ച ചെയ്ത് ഇനിയിപ്പോൾ താലൂക്ക് അടിസ്ഥാനത്തിലാണ് ചർച്ച ചെയ്തത്. ഇനിയിപ്പോൾ നമ്മളെ സ്കൂൾ അടിസ്ഥാനത്തിൽ ഒരു ചർച്ച ആവശ്യമുണ്ട്. അതിനുശേഷം നിങ്ങൾ 2-3 ദിവസം നിങ്ങളെ വിളിച്ച് എല്ലാ വിവരങ്ങളും പറയുന്നതായിരിക്കും. ഓൺലൈൻ ക്ലാസ്സും അതുപോലെ ഓഫ്ലൈൻ ക്ലാസ്സും ഒരേ നിലയിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ആലോചിക്കും. അതിനൊരു ക്രമീകരണം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും പിന്നെ ഓൺലൈൻ നിർത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. അത് കുട്ടികളുടെയും അധ്യാപകരുടെയും ഒക്കെ തന്നെ സമയം നോക്കി ആ കാര്യത്തെ സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കും. കാസർഗോഡ് ഉപ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയുടെ മുടി മുറിച്ച സംഭവത്തിൽ സ്കൂൾ അധികൃതരും പരാതി നൽകും. PTA കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. റാഗിംഗ് നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധന നടത്താനും PTA തീരുമാനിച്ചു. സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. വിദ്യാഭ്യാസ ഡയറക്ടറോട് റിപ്പോർട്ട് തേടിയെന്നും മന്ത്രി അറിയിച്ചു. ഹെലികോപ്റ്റർ വീണ്ടും വാടകയ്ക്കെടുക്കാൻ സംസ്ഥാന സർക്കാർ. ഇതിനായുള്ള സാങ്കേതിക ലേല നടപടികൾ തുടങ്ങി. ഡിസംബർ 4 DGP അധ്യക്ഷനായ സമിതി ദർഖാസ് പരിശോധിക്കും. 3 വർഷത്തേക്ക് വാടകയ്ക്കെടുക്കാനാണ് തീരുമാനം. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നത് വിവാദമായിരുന്നു. കോവിഡിന്റെ പുതിയ വകഭേദം അതീവ അപകടകാരിയെന്ന് ലോകാരോഗ്യ സംഘടന. ഇതുവരെയുള്ളതിൽ ഏറ്റവും അപകടകരമായ വകഭേദമെന്നും ലോകരാജ്യങ്ങൾ കൂടുതൽ നിരീക്ഷണം പുലർത്തണമെന്നും ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. ദക്ഷിണാഫ്രിക്ക വകഭേദത്തിന് ഒമിക്രോൺ എന്നാണ് ലോകാരോഗ്യ സംഘടന നൽകിയ പേര്. കോവിഡിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേരളത്തിലും ജാഗ്രത. കേന്ദ്ര സർക്കാരിൽ നിന്ന് മുന്നറിയിപ്പ് ലഭിച്ചതായും ജാഗ്രതാ നടപടി ആരംഭിച്ചതായും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. വിദേശത്ത് നിന്ന് എത്തുന്നവർക്ക് ഹോം ക്വാറന്റൈൻ ഉറപ്പാക്കും. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം സംസ്ഥാനത്തിന് ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ചിട്ടുള്ള ജാഗ്രതാ നടപടികൾ സംസ്ഥാനം കൈക്കൊണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എയർപോർട്ടുകളിൽ ഗൗരവത്തോടെയുള്ള സർവൈലൻസ് നടത്തണമെന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം. അതിനനുസരിച്ചിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ലോകാരോഗ്യ സംഘടന ഈ ഒരു വേരിയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വാക്സിനെ അതിജീവിക്കുന്നതാണോ എന്നുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ആഗോളതലത്തിൽ തന്നെ അതീവ ജാഗ്രത എല്ലാ രാജ്യങ്ങളും കൈക്കൊണ്ടിട്ടുണ്ട്. ഇന്ത്യയിലും അതിനനുസരിച്ചിട്ടുള്ള ജാഗ്രതാ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശമാണ് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. കോവിഡിന്റെ പുതിയ വകഭേദത്തിൽ പ്രതിരോധ നടപടി വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. വാക്സിനേഷൻ പുരോഗതിയും യോഗത്തിൽ ചർച്ചയായി. കോവിഡിന്റെ ഏറ്റവും പുതിയ ഒമിക്രോൺ വകഭേദം അന്താരാഷ്ട്ര തലത്തിൽ ആശങ്ക ഉയർത്തുന്ന സാഹചര്യത്തിലാണ് യോഗം ചേർന്നത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള വിമാന സർവീസുകൾ നിർത്തണമെന്നാവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. വിദേശത്ത് നിന്ന് എത്തുന്നവരുടെ ക്വാറന്റൈൻ ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ സൈജു തങ്കച്ചന്റെ ലഹരി ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് പോലീസ്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇയാൾക്ക് ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന സൂചന പോലീസിന് ലഭിച്ചത്. സതുദ്ദേശത്തോടെയല്ല മോഡലുകളെ പിന്തുടർന്നത് എന്ന് ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമായതായി പോലീസ് പറഞ്ഞു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കസ്റ്റഡി അപേക്ഷ നൽകാൻ തീരുമാനമായി. നമ്പർ 18 ഹോട്ടലിലും മോഡലുകളുടെ വാഹനം തടഞ്ഞു നിർത്തിയ കുണ്ടന്നൂരിലും സൈജുവിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അതേസമയം സൈജുവിനെ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം മാത്രമേ ഔഡി കാർ പോലീസ് കസ്റ്റഡിയിലെടുക്കൂ. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ കരുതൽ തടങ്കൽ റദ്ദാക്കിയ ഹൈക്കോടതി നടപടി ചോദ്യം ചെയ്ത് കേന്ദ്ര ഏജൻസികൾ സുപ്രീം കോടതിയെ സമീപിച്ചു. കോഫെ പോസ പ്രകാരമുള്ള കരുതൽ തടങ്കൽ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ആവശ്യം. സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതി നടപടിയെന്ന് ഹർജിയിൽ കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കി. വടകര റെസ്റ്റ് ഹൌസിൽ മദ്യക്കുപ്പി കണ്ടെത്തിയ സംഭവത്തിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയർക്ക് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകി. രാവിലെ 10 മണിയോടെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ മന്ത്രി റെസ്റ്റ് ഹൌസിൽ മിന്നൽ സന്ദർശനം നടത്തിയത്. റെസ്റ്റ് ഹൌസ് പരിസരം വൃത്തിഹീനമായി കണ്ടതിനെ തുടർന്ന് മന്ത്രി ജീവനക്കാർക്ക് താക്കീത് നൽകി.
മലപ്പുറം നിലമ്പൂരിൽ യുവതിയെ ഭർത്താവ് മർദ്ദിച്ചതായി പരാതി. ഭർത്താവിന്റെ മർദ്ദനത്തിൽ പരുക്കുപറ്റിയ യുവതിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. മൂത്തേടം പഞ്ചായത്തിലെ ചെമ്മന്തിട്ടയിൽ താമസിക്കുന്ന കോഴിക്കോട് പെരുമണ്ണ സ്വദേശി താഴേരി വീട്ടിൽ സുചിത്രയാണ് ഇത് സംബന്ധിച്ച് എടക്കര പോലീസിന് മൊഴി നൽകിയത്. യുവതിയുടെ മൊഴിയിൽ ഭർത്താവ് തൃശൂർ സ്വദേശി പാണപ്പറമ്പിൽ സുബീഷിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതായി എടക്കര പോലീസ് ഇൻസ്പെക്ടർ അറിയിച്ചു. പുതുച്ചേരിയിൽ വീടിനുള്ളിൽ സ്ഫോടനം, 8 പേർക്ക് പരുക്കേറ്റു. പോണ്ടിച്ചേരി മുതിയാൽപേട്ട അങ്കാലമ്മൻ നഗർ 1-ാം സ്ട്രീറ്റിലെ ശ്രീനിവാസന്റെ വീട്ടിലാണ് സ്ഫോടനമുണ്ടായത്. ശ്രീനിവാസൻ, ഭാര്യ ജ്യോതി, മകൾ ഏഴിലരശി, കൊച്ചുമക്കൾ എന്നിവർക്ക് പരുക്കേറ്റു. വീട് പൂർണ്ണമായി തകർന്നു. തമിഴ്നാടിന്റെ തീരദേശ മേഖലയിൽ നാശം വിതച്ച് ശക്തമായ മഴ. വിവിധ ജില്ലകളിലായി കഴിഞ്ഞ 24 മണിക്കൂറിടെ 5 പേർ മരിച്ചു. തിരുവണ്ണാമലയിൽ 2 പേരും, അരിയല്ലൂർ, ശിവഗംഗ, ദിണ്ടിഗൽ എന്നിവിടങ്ങളിൽ ഓരോരുത്തരുമാണ് മരിച്ചത്. 11 ജില്ലകളിലെ 114 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 10,523 പേരെ മാറ്റിപ്പാർപ്പിച്ചു. സാധാരണ മൺസൂൺ കാലത്തേക്കാൾ 70% അധികം മഴയാണ് സംസ്ഥാനത്ത് ലഭിച്ചത്. ഒക്ടോബർ 1 മുതൽ നവംബർ 26 വരെ സംസ്ഥാനത്തെ 37 ജില്ലകളിലെ ശരാശരി മഴ 39.34 സെന്റിമീറ്ററാണ്. തൂത്തുക്കുടി, തിരുനെൽവേലി, രാമനാഥപുരം, നാഗപട്ടണം ജില്ലകളിലാണ് വലിയ നാശനഷ്ടമുണ്ടായത്. ഇവിടങ്ങളിൽ 29 വരെ റെഡ് അലേർട്ടുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചെന്നൈ ഉൾപ്പെടെയുള്ള 15 തീരദേശ ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ 18 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ചെന്നൈയിൽ ഇന്നലെ മുതൽ ഒറ്റപ്പെട്ട കനത്ത മഴ പെയ്യുന്നുണ്ട്. നഗരത്തിലെ 59 ഇടങ്ങളിൽ വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. 24 മണിക്കൂറിനുള്ളിൽ ശക്തമായ മഴ ചെന്നൈയിൽ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി ജില്ലയിൽ നാളെ ഓറഞ്ച് അലേർട്ടും 11 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. രാജ്യത്തെ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്നതിനായി കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം വിളിച്ചു. തിങ്കളാഴ്ച നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കണമെന്ന് മറ്റ് പ്രതിപക്ഷ പാർട്ടികളോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് വിവിധ പാർട്ടികൾക്ക് കത്ത് നൽകിയത്. സഭയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മ അനിവാര്യമാണെന്നാണ് കോൺഗ്രസ് നിലപാട്. എന്നാൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കാർഷിക നിയമങ്ങൾ പിൻവലിക്കാനുള്ള ബില്ല് ചർച്ച കൂടാതെ പാസാക്കാനുള്ള സർക്കാർ നീക്കത്തെ എതിർക്കാൻ കോൺഗ്രസ് തീരുമാനം. ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ആദ്യ ദിനം നിർബന്ധമായും പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് അംഗങ്ങൾക്ക് വിപ്പ് നൽകി. നിയമങ്ങൾ പിൻവലിക്കുമ്പോൾ ജനങ്ങളോട് വ്യക്തമായ മറുപടി പറയാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസ് നിലപാട്. ചർച്ചയില്ലാതെ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാനുള്ള ബില്ല് സഭയിൽ പാസാക്കാൻ അനുവദിക്കില്ലെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. ഖാദി ബോർഡ് വൈസ് ചെയർമാനായി CPIM നേതാവ് P. ജയരാജൻ ചുമതലയേറ്റു. സർക്കാർ ഉത്തരവ് അനുസരിച്ചാണ് ചുമതല ഏറ്റെടുത്തത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആരംഭിച്ച ഖാദി ബോർഡിന്റെ ചുമതല ഏറ്റെടുക്കുന്നതിൽ അഭിമാനമെന്ന് P. ജയരാജൻ വ്യക്തമാക്കി. അല്ലെങ്കിൽ പ്രാധാന്യം കൊണ്ട് തസ്തികയിലേക്ക് അങ്ങേപ്പോലൊരു സംസ്ഥാന നേതാവിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒതുക്കുന്നു എന്ന തരത്തിലുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. എന്താണ് അങ്ങേക്ക് അക്കാര്യം പറയുന്നത്? നമ്മുടെ രാഷ്ട്രം രൂപപ്പെടുത്തിയിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ആരംഭിച്ച ഒരു മഹത്തായ പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. ആ ഖാദി പ്രസ്ഥാനം ഏറ്റവും മഹത്തായ ഒരു സ്ഥാപനമാണ്. അതിൻ്റെ ചുമതലയേൽക്കുന്നതിൽ എന്നെപ്പോലെയുള്ള ഒരു പൊതുപ്രവർത്തകന് അങ്ങേയറ്റം അഭിമാനം മാത്രമേ ഉള്ളൂ. ആ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റിലാണ്. നീറ്റ് ഫലം കൂടി പരിഗണിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ മാസമുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ തൂക്കുപാലം തകർന്നതോടെ ഇല്ലാതായത് 2 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം. കോട്ടയം, പത്തനംതിട്ട ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലം സഞ്ചാരയോഗ്യമല്ലാതായതോടെ ബുദ്ധിമുട്ടിലായെന്ന് കോട്ടയം വെള്ളാവൂർ നിവാസികൾ. 1.5 കോടി രൂപയോളം ചെലവിട്ട് 2015-ലാണ് മണിമലയാറിന് കുറുകെ വെള്ളാവൂർ നൂലുവേലിക്കടവിൽ തൂക്കുപാലം നിർമ്മിച്ചത്. സംസ്ഥാന റവന്യൂ മന്ത്രി K. രാജൻ അടക്കമുള്ള ജനപ്രതിനിധികൾ പാലം സന്ദർശിച്ചിട്ടും ഇതുവരെയും പാലത്തിന്റെ നവീകരണ നടപടി ആരംഭിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ വെള്ളാവൂർ ഭാഗത്തു നിന്നും കോട്ടാങ്ങൽ, എരുമേലി, ശബരിമല തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് വളരെ സൗകര്യപ്രദമായ ഒരു യാത്രാ സൗകര്യം ഉണ്ടായിരുന്നൊരു കാലമായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പണിക്ക് പോകുന്നവർക്കൊക്കെ ഇത് വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു കടത്ത് പോലും ഇല്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് കുളത്തൂർ പുത്തൂക്കടവ് എന്ന പറയുന്ന ഭാഗത്ത് ഒരു ചെക്ക് ഡാം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ വെള്ളം ഈ ഭാഗത്തെല്ലാം കെട്ടി നിൽക്കും.
കർണാടകയിൽ ആശങ്കയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കോവിഡ് വ്യാപനം. ചന്ദാപുരയിലെ സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ 12 മലയാളി വിദ്യാർത്ഥികൾക്ക് കൂടി രോഗം കണ്ടെത്തി. 2 ആഴ്ച മുൻപാണ് ഇവർ കേരളത്തിൽ നിന്ന് എത്തിയത്. ധാർവാഡ് SDM കോളേജ് ഓഫ് മെഡിക്കൽ സയൻസസിൽ വൈറസ് വ്യാപനം തുടരുകയാണ്. 138 വിദ്യാർത്ഥികൾക്ക് കൂടി വൈറസ് സ്ഥിരീകരിച്ചു. ഇതോടെ 3 ദിവസത്തിനുള്ളിൽ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 204 കോളേജിൽ സംഘടിപ്പിക്കപ്പെട്ട സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തവർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. വെള്ളിയാഴ്ച ഇവിടെ നിന്ന് 1800 സ്രവ സാമ്പിളുകൾ കൂടി ആരോഗ്യവകുപ്പ് പരിശോധനയ്ക്കെടുത്തു. ഫലം ഇന്ന് പുറത്തുവരും. ബംഗളൂരു വൈറ്റ്ഫീൽഡിലെ സ്വകാര്യ സ്കൂളിലെ അധ്യാപകനും 30 വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. തെലങ്കാന മൽക്കാജ്ഗിരി ജില്ലയിലെ മഹീന്ദ്ര സർവകലാശാലയിലെ 30 വിദ്യാർത്ഥികൾക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ശബരിമല നട തുറന്ന് 10 ദിവസം പിന്നിടുമ്പോൾ വരുമാനം 10 കോടി കവിഞ്ഞു. അരവണ, അപ്പം വിതരണവും നാളികേര ലേലവുമാണ് വരുമാനത്തിലെ പ്രധാന പങ്ക്. നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ വരുമാനം വർദ്ധിക്കുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. സന്നിധാനത്ത് ഭക്തർക്ക് കൂടുതൽ ഇളവ് അനുവദിക്കാനും നീക്കമുണ്ട്. രാത്രി തിരിച്ചു പോകാൻ കഴിയാത്തവർക്കായി ഇളവ് നൽകണമെന്ന് ബോർഡ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം കാര്യം 12 വിളക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശബരിമലയെ സംബന്ധിച്ച് നല്ല ഭക്തജനത്തിരക്ക് എല്ലാ സമയത്തും ഉണ്ടാകുന്ന കാലയളവാണ്. അതായത് മണ്ഡലകാലത്തിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞ് ബാക്കി അങ്ങോട്ട് പോകുമ്പോൾ നല്ലൊരു സീസണും നല്ല വരുമാന പ്രതീക്ഷയുമാണ് ദേവസ്വം ബോർഡിനോട്. ശബരിമലയിലെത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വർധന. ഇന്നലെ 11,000-ഓളം പേർ ദർശനത്തിനെത്തി. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ എത്തുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷ. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അടുത്ത മാസം ഇന്ത്യ സന്ദർശിക്കും. വ്ളാദിമിർ പുടിന്റെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ പുതിയ അധ്യായത്തിനാകും തുടക്കമിടുക. 21ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായാണ് പുടിൻ രാജ്യത്തെത്തുന്നത്. ചൈന ഉയർത്തുന്ന ഭീഷണികൾ, അഫ്ഗാനിസ്ഥാൻ വിഷയം എന്നീ വിഷയങ്ങൾ ചർച്ചയാകും. അഫ്ഗാൻ, പാകിസ്ഥാൻ വിഷയങ്ങളിലെ ചൈനയുടെ ഇന്ത്യ വിരുദ്ധത ഇന്ത്യ റഷ്യ ഇതിനകം ബോധിപ്പിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഇടപെടൽ, ഭീകരവാദം, UN-ലെ ഇന്ത്യയുടെ സ്ഥിരാംഗത്വം മുതലായ വിഷയങ്ങളിലും റഷ്യ ഇന്ത്യ ചർച്ചകൾ സന്ദർശന മധ്യേയുണ്ടാകും. നിരവധി സുപ്രധാന കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പിടും. ചരക്ക് ലോറികൾക്ക് ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് നീട്ടി ഡൽഹി സർക്കാർ. ഈ മാസം 30 വരെയാണ് വിലക്ക് നീട്ടിയത്. വായു ഗുണനിലവാരം വളരെ മോശമെന്ന നിലയിൽ തുടരുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. ഇത് സംബന്ധിച്ച ഉത്തരവ് ഡൽഹി സർക്കാർ പുറത്തിറക്കി. അവശ്യ സാധനങ്ങൾ കൊണ്ടുവരുന്ന ലോറികൾക്ക് വിലക്ക് ബാധകമല്ല. തമിഴ്നാട് കോയമ്പത്തൂരിൽ തീവണ്ടി ഇടിച്ച് 3 ആനകൾ ചെരിഞ്ഞു. 2 കുട്ടിയാനകളും 25 വയസ്സ് പ്രായമുള്ള അമ്മയാനയുമാണ് ചെരിഞ്ഞത്. മധുക്കരയ്ക്ക് സമീപത്തെ നവക്കരയിൽ രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. പാളം മുറിച്ചു കടക്കുന്നതിനിടെ മംഗളൂരുവിൽ നിന്ന് ചെന്നൈക്ക് വരികയായിരുന്ന തീവണ്ടി ഇടിക്കുകയായിരുന്നു. 3 ആനകളും സംഭവസ്ഥലത്ത് തന്നെ ചെരിഞ്ഞു. വനം വകുപ്പ് അന്വേഷണം തുടങ്ങി. നോക്കുകൂലിക്കെതിരെ കർശന നടപടിയുമായി പോലീസ്. നോക്കുകൂലി ആവശ്യപ്പെട്ടതായുള്ള പരാതികൾ ലഭിച്ചാൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ സംസ്ഥാന പോലീസ് മേധാവി അനിൽ കാന്ത് നിർദ്ദേശം നൽകി. മുന്തിയ പരിഗണന നൽകി കേസ് അന്വേഷിച്ച് ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നൽകിയ നിർദ്ദേശത്തിൽ DGP വ്യക്തമാക്കി. സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർ അവസരത്തിനൊത്ത് ഉയർന്നു പ്രവർത്തിക്കണം. പരാതിക്കാരുടെ ബുദ്ധിമുട്ടുകളും ചെയ്യാത്ത ജോലിക്ക് കൂലി നൽകേണ്ട അവസ്ഥയും ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും DGP നിർദ്ദേശിച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. സഹകരണ ബാങ്കുകളെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്ന് മന്ത്രി VN വാസവൻ. റിസർവ് ബാങ്ക് പരസ്യപ്പെടുത്തിയത് ഇല്ലാത്ത കാര്യമാണ്. കേന്ദ്ര സർക്കാർ നീക്കം കേരളത്തെ ബാധിക്കില്ല. തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് സഹകാരികളുടെ യോഗം ചേരും. മറ്റ് സംസ്ഥാനങ്ങളുമായി ഈ വിഷയത്തിൽ കൂടിയാലോചന നടത്തുമെന്നും സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. പരസ്യപ്പെടുത്തലിനെതിരായിട്ടുള്ള സഹകാരികളുടെ ഒരു വികാരം പ്രകടിപ്പിക്കാനും ഒക്കെയായിട്ട് എല്ലാ വിഭാഗം സഹകാരികളും, അത് LDF എന്നോ UDF എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ സഹകാരികളെ ആകെ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം സഹകരണ മേഖലയിൽ അതിൻ്റെ അസോസിയേഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ഒരു യോഗം ചേരുന്നുണ്ട്. ഹലാൽ വിവാദത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹത്തിൽ ചേരിതിരിവ് സൃഷ്ടിക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നു. ആധുനിക ജനാധിപത്യത്തിൽ നിന്ന് വ്യതിചലിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്താൻ സംഘപരിവാർ ശ്രമിക്കുകയാണ്. വിശ്വാസികളുടെ കേന്ദ്രങ്ങളായ ആരാധനാലയങ്ങളെ ഹിന്ദുത്വ അജണ്ടയുടെ കേന്ദ്രമാക്കി മാറ്റുന്നു. ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഹലാൽ വിവാദം ഉയർത്തിയവർക്ക് പിന്നീട് അതിന്റെ പൊള്ളത്തരം മനസ്സിലായെന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. SDPI തീവ്രവാദ ആശയം പ്രചരിപ്പിക്കുകയാണ്. മതവിഭാഗങ്ങൾ രാഷ്ട്രീയമായി സംഘടിക്കണമെന്നാണ് പ്രചാരണം. ഇതിനെതിരെ പ്രതിരോധ നടപടികൾ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ അടുത്ത നാളിൽ ഹലാലുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർന്നു വന്നത്
ഉയർന്നു വന്നതിന് ശേഷമാണ് അതിൻ്റെ പൊള്ളത്തരം അവർക്ക് തന്നെ മനസ്സിലാകുന്നത്. കഴിക്കാൻ പറ്റുന്നതാണ്, വേറെ ദോഷമില്ല എന്ന് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരം രീതിയിലാണ് ആ പദം സ്വീകരിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ അതിനോടൊപ്പം ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിക്കുവാനുള്ള ഒരുപാട് ആരോപണങ്ങൾ ഉയർത്തി അങ്ങനെയൊരു വല്ലാത്ത ചേരിതിരിവ് സൃഷ്ടിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. അത് രാജ്യവ്യാപകമായാണ്, നമ്മുടെ കേരളത്തിലും അതിൻ്റെ ഭാഗമായി തന്നെ ചില നടപടികൾ സ്വീകരിക്കുന്നതായി കാണാൻ കഴിയും. ഇന്ധനവില വർധനവിനെതിരെയുള്ള സമരത്തിനിടെ പോസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി വിധി പറയുന്നത് ജാനുവരി 22 മാറ്റി. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അടക്കം 12 പേരാണ് കേസിലെ പ്രതികൾ. 2011 ജാനുവരി 19 കേസിനാസ്പദമായ സമരം നടന്നത്. വിധി കേൾക്കാനായി മന്ത്രി അടക്കമുള്ള പ്രതികൾ എല്ലാവരും കോടതിയിലെത്തിയിരുന്നു. വിവാദമായ മുല്ലപ്പെരിയാർ മരം മുറിക്കലിൽ IFS ഉദ്യോഗസ്ഥൻ ബെന്നിച്ചൻ തോമസിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ വിശദീകരണം തേടി കേന്ദ്ര സർക്കാർ. ബെന്നിച്ചൻ തോമസിനെതിരെ സ്വീകരിച്ച നടപടികളുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും ഹാജരാക്കാൻ സംസ്ഥാനത്തോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. ബേബി ഡാമിനോട് ചേർന്നുള്ള 15 മരങ്ങൾ മുറിക്കാൻ തമിഴ്നാടിന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ബെന്നിച്ചൻ തോമസിനെ സംസ്ഥാന സർക്കാർ സസ്പെൻഡ് ചെയ്തത്. സഹകരണ സംഘങ്ങൾക്കെതിരായ നിയന്ത്രണ നീക്കത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് RBI. നിയമം ലംഘിച്ച് ചില സഹകരണ സംഘങ്ങൾ ബാങ്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നുവെന്ന് RBI പരസ്യം നൽകി. സംഘാംഗങ്ങളല്ലാത്തവരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കരുത്. സംഘങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് നിയമപരിരക്ഷയില്ലെന്നും RBI പരസ്യത്തിൽ പറയുന്നു. റിസർവ് ബാങ്ക് നീക്കത്തിനെതിരെ കേരളം കോടതിയെ സമീപിക്കാനിരിക്കെയാണ് പരസ്യം. ഇന്ന് വൈക്കത്തഷ്ടമി. കോവിഡ് കണക്കിലെടുത്ത് പരിമിതമായ ഭക്തർക്ക് മാത്രമേ ഇന്ന് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുള്ളൂ. എന്നാൽ മറ്റ് ചടങ്ങുകൾ പതിവ് പോലെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ 10 ദിവസമായി ക്ഷേത്രത്തിലേക്ക് നിരവധി ഭക്തരാണ് എത്തിയത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് പരിസരത്ത് ഇപ്പോൾ തന്നെ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത സ്വാതന്ത്ര്യദിനത്തിൽ 5G സേവനം ലഭ്യമാക്കാൻ സർക്കാർ തലത്തിൽ ആലോചന. ടെലികോം സേവനദാതാക്കളുമായി ബന്ധപ്പെട്ട് ടെലികോം നിയന്ത്രണ അതോറിറ്റി ചർച്ച തുടങ്ങി. 2023 6G സേവനവും രാജ്യത്ത് ലഭ്യമാക്കുമെന്ന് കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.